ഹലോ, ഇന്ന് നമുക്ക് തനി നാടൻ രുചിയിൽ ഈ പയറും ഈ കപ്പയും വെച്ചിട്ട് അടിപൊളി ഫുഡ് ഉണ്ടാക്കിയാലോ. അപ്പോൾ അധികം നീട്ടുന്നില്ല, നമുക്ക് വേഗം എന്ത് ചെയ്യാം, ഉണ്ടാക്കാൻ തുടങ്ങാം അല്ലേ. നമ്മുടെ ഈ അടിപൊളി തനി നാടൻ രുചിയിലുള്ള അടിപൊളി ഒരു പുഴുക്കാണ് കേട്ടോ, പയറും കപ്പയും കൊണ്ടുള്ള പുഴുക്ക്. തുടങ്ങാം അല്ലേ. അപ്പം ഞാൻ എന്ത് ചെയ്യട്ടെ, ഈ കപ്പയൊക്കെ ഒന്ന് തോലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കട്ടെ കേട്ടോ. അപ്പം ഇന്ന് എന്താണെന്നറിയോ ഇത് ഉണ്ടാക്കാൻ കാരണം, ഞങ്ങൾ പിന്നെ തെങ്ങ് മൂടുന്ന സമയത്ത് ഒരുപാട് ഇങ്ങനത്തെ പയർ നമ്മൾ വാളുമല്ലോ. അങ്ങനെ വാളിയപ്പോൾ ഇഷ്ടംപോലെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പയറുണ്ടായി. അപ്പം നല്ല നാടൻ പയറല്ലേ. അപ്പം ഞാൻ ഇതുകൊണ്ട് ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ മോനേട്ടൻ പറഞ്ഞു, പണ്ടൊക്കെ ഞങ്ങളെ വീട്ടിലിങ്ങനെ ഇഷ്ടംപോലെ ഇവിടെ ഉണ്ടാവുമായിരുന്നു, കപ്പയും പറമ്പിലുണ്ടാവുമായിരുന്നു. അപ്പോൾ അന്ന് അമ്മയും അമ്മമ്മയൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനത്തെ പുഴുക്കുണ്ടാക്കും, എന്തൊരു ടേസ്റ്റാണെന്ന് അറിയോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി മോനേട്ടന് അങ്ങനെ കഴിക്കാൻ ആഗ്രഹം ഉണ്ടാവുമെന്ന്. അപ്പം ഞാനൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്തു, കുറച്ച് കഴിഞ്ഞപ്പം എനിക്ക് തോന്നി എന്തായാലും പയറുണ്ട്, നാടൻ കപ്പയല്ലെങ്കിലും കപ്പ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ്, മോനേട്ടന് ഒരു സർപ്രൈസ് ആയിട്ട് എന്ത് ചെയ്യാം, ഇന്ന് കപ്പയും ഈ നാടൻ പയറുകൊണ്ടും എന്ത് ചെയ്യുക, ഒരു പുഴുക്ക് വെക്കാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്കൂടെ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങളും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാറുണ്ടോ? ഇങ്ങനെ കപ്പ പയർ പുഴുക്ക് ഉണ്ടാക്കാറുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇനി ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കി നോക്കുകയും ചെയ്യണേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യട്ടെ, വേഗം ഇത് നമുക്ക് വൃത്തിയാക്കിയിട്ട് വെച്ചു തുടങ്ങാം അല്ലേ. അപ്പം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഈ കപ്പ ഞാൻ എന്ത് ചെയ്യട്ടെ, കുക്കറിലേക്ക് ഇടട്ടെ കേട്ടോ. കുക്കറിലിട്ടിട്ട് ഒരു 2 വിസിൽ വന്നിട്ട് ഓഫാക്കിയിട്ട് അതിൻ്റെ വെള്ളം ഊറ്റിക്കളയാം. അതായത് ഇപ്പം മറ്റേപോലെ കപ്പ വെന്തില്ലെങ്കിലേ കുറച്ച് പണിയാണ്, കുറച്ച് വേവണമല്ലോ കപ്പ. അപ്പം അങ്ങനെ ചെയ്യട്ടെ കേട്ടോ. അതിൻ്റെ ആവശ്യത്തിന് വെള്ളം ഒഴിക്കുകയാണേ. ഊറ്റും വേണമല്ലോ, ഈ വെള്ളം നമ്മൾ കളയുമല്ലോ കപ്പയിലെ. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അടുപ്പിലേക്ക് വെക്കാം. ഇവിടെ കിടന്ന് റെഡി ആവുന്ന സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ പയർ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഞാൻ ഈ തേങ്ങ ഒന്ന് ചതച്ചെടുക്കട്ടെ കേട്ടോ. എരിവില്ല കേട്ടോ മുളകിന്, അതാണ് കേട്ടോ 4-5 മുളകൊക്കെ എടുത്തത്. ഇനി ഈ തേങ്ങയും പച്ചമുളകും മാത്രമാണ് കേട്ടോ ഞാൻ ചതച്ചെടുക്കുന്നത്. ഇവിടെ ഞാൻ ഉള്ളി ചേർക്കുന്നില്ല. ഞാൻ പറഞ്ഞില്ല, എനിക്ക് പഴയ രുചികളിലൊന്നും ഉള്ളി അത്ര ചേർക്കുന്ന താല്പര്യമില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഉള്ളി ഇല്ലാതെ പച്ചമുളകും തേങ്ങയും മാത്രം ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം. ഞാൻ തേങ്ങ ചതച്ച് വെച്ചു കേട്ടോ. ഇനി ഞാൻ എന്ത് ചെയ്യട്ടെ, ഈ പയറ് പിന്നെ ചീനച്ചട്ടിയിലിട്ടിട്ട് ഒന്ന് കുറച്ചൊന്ന് വെള്ളത്തിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം, ചെറുതായിട്ട് വേവിച്ചെടുക്കാം. എന്നിട്ട് അതിലേക്ക് കപ്പയും കൂടെ ഇട്ടിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്തേക്ക് വെക്കട്ടെ കേട്ടോ. കുറച്ച് വെള്ളം ഒഴിക്കുന്നുള്ളൂ കേട്ടോ. ഈ പയറിലെ വെള്ളമൊക്കെ ഇതാ വെലിഞ്ഞ് തുടങ്ങി കേട്ടോ. ഞാൻ എന്ത് ചെയ്യട്ടെ, ഈ കപ്പ ഇനി ഇതിലേക്ക് ഇടുകയാണേ, ഈ പയറിലേക്ക് ഇടുകയാണ് കേട്ടോ. ഊറ്റി വെച്ച കപ്പ ഞാൻ ഇതിലേക്ക് ഇട്ടു കേട്ടോ. കുറച്ചൊരു കുഴകുഴ എന്നുള്ള രീതി തന്നെയാണ് നല്ലത്, അപ്പോഴാണ് അതിനൊരു ടേസ്റ്റ് ഉണ്ടാവുക. ഈ അല്പം ഉപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ. പയറിലോ പിന്നെ കപ്പയിലോ ഒന്നും ഉപ്പ് ചേർത്തിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഈ സമയത്ത് ഉപ്പ് ചേർക്കുകയാണ് കേട്ടോ. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട്.
ഇനി ഇത് രണ്ടും കൂടെ ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ആവട്ടെ, ഉപ്പൊക്കെ പിടിച്ചിട്ട് ഒന്ന് മിക്സ് ആയിട്ട് കേട്ടോ. കണ്ടില്ലേ, ഈ ഒരു പാകമായിട്ടോ. ഇനി ഞാൻ എന്ത് ചെയ്യാണ്, ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ടാവും കേട്ടോ, കുറച്ച് വെള്ളം ഉണ്ടല്ലോ. ഇനി ഞാൻ അതിലേക്ക് അരപ്പ് ചേർക്കുകയാണേ. ഇനി ഇതാ നല്ല കരുവേപ്പില. അപ്പം ഈ കരുവേപ്പിലയും കൂടെ നമുക്ക് ഇതിലേക്ക് ഇടാം. കരുവേപ്പില ഇട്ടാൽ തന്നെ ടേസ്റ്റൊക്കെ ആകെ മാറും അല്ലേ, സൂപ്പർ ടേസ്റ്റായിട്ട് വരും. ഒക്കെ നല്ലോണം ഇളക്കാം. അപ്പം നമ്മുടെ പയറ് കപ്പ പുഴുക്ക് റെഡിയായിട്ടോ. വായിലൊക്കെ വെള്ളം വരുന്നുണ്ട് എനിക്ക് ഈ നാടൻ രുചികൾ ഭയങ്കര ഇഷ്ടമാണ്. ഇനി പപ്പടോ മല ഒക്കെ കൂട്ടിയിട്ട് കഴിക്കാനേ നല്ല ടേസ്റ്റ് അല്ലേ. ഇനി നമുക്കിതിലേക്ക് ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തു കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, കുറച്ച് നല്ലോണം ഒഴിക്കുന്നുണ്ട് കേട്ടോ. ആ വെളിച്ചെണ്ണയും കരിവേപ്പിലേൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് വരട്ടെ വെച്ചിട്ട് കുറച്ചധികം ഒഴിക്കുന്നുണ്ട് കേട്ടോ വെളിച്ചെണ്ണ. കണ്ടില്ലേ, നല്ല അടിപൊളി കപ്പ. ഞാൻ ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. അപ്പം ഞാൻ ഒരല്പം ഒന്ന് ടേസ്റ്റ് നോക്കണം കേട്ടോ. നോക്കട്ടെ, ഞാൻ പറഞ്ഞുതരാം എങ്ങനെയുണ്ട്, സൂപ്പർ ആണോ എന്ന് പറഞ്ഞുതരാം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയാലോ കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. കാരണം എന്താ അറിയോ, ആ നാടൻ രുചികൾ എപ്പോൾ നല്ല രസമല്ലേ. ഈ നാടൻ രുചികൾ ഇഷ്ടമുള്ളവർക്കൊക്കെ ഇങ്ങനത്തെ ഫുഡൊക്കെ ഒരുപാട് ഇഷ്ടമാവും കേട്ടോ. എരിവില്ല പറഞ്ഞ മുളകിന് അത്യാവശ്യം എരിവുണ്ട്. ഞങ്ങൾ ആ മുളക് തന്നെയായിരുന്നു. അപ്പം ഞാൻ എരിവില്ലാന്നും നല്ല എരിവാണേ, എന്നാലും സ്വാദുണ്ട് കേട്ടോ. ഇത് കഞ്ഞിക്കോ അല്ലെങ്കിൽ ചോറിനോ ഒക്കെ കൂട്ടിയിട്ട് കഴിക്കാം കേട്ടോ. നല്ല സൂപ്പർ, എന്താ പറയാ. അപ്പം ഇങ്ങനെ ഉണ്ടാക്കുന്നവർ പറയണം കേട്ടോ, ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന്. അല്ല, നിങ്ങൾ ഉണ്ടാക്കുന്ന രുചി എങ്ങനെയാണെന്ന് വെച്ചാൽ ആ രീതിയിൽ പറയാം, കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഉണ്ടാക്കി നോക്കാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. പണ്ടുള്ളവർക്കൊക്കെ നല്ല ആരോഗ്യമൊക്കെ ഉണ്ടായിരുന്നത് ഇങ്ങനത്തെ നാടൻ ഭക്ഷണങ്ങളൊക്കെ കഴിച്ചിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അവർ വിഷമില്ലാത്ത മായമില്ലാത്ത നല്ല ഭക്ഷണമല്ലേ കഴിക്കുക. ഒന്നും പറയാനില്ല, സൂപ്പർ ടേസ്റ്റ്. അപ്പോൾ നിങ്ങളെല്ലാം ഞാൻ കഴിക്കുന്നത് കണ്ടിട്ട് കൊതിയോടെ നോക്കിയിരുന്നോളൂ. ഓക്കേ, അപ്പം വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ ചെയ്യണേ. എന്നെ സപ്പോർട്ട് ചെയ്യണേ. ടാറ്റാ, ബൈ ബൈ, സി യു, താങ്ക് യു.